ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് അവതരണം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റുമായ ജൌഹർ വെള്ളിക്കുളങ്ങര അവതരിപ്പിച്ചു. പ്രസിഡന്റ് ഷജിന കൊടക്കാട് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ചർച്ചകളും നടന്നു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. 2026-27 വർഷത്തേക്കുള്ള ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് പ്രസിഡന്റ് ഷജിന കൊടക്കാടിന്റെ അധ്യക്ഷതയിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റുമായ ജൌഹർ വെള്ളിക്കുളങ്ങര അവതരിപ്പിച്ചു. ആസ്തി വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ പദ്ധതികൾക്കായി സ്ഥലം വാങ്ങാനും ദാരിദ്ര്യ നിർമ്മാർജ്ജന മേഖലയിൽ പാവപ്പെട്ടവന്റെ പാർപ്പിട പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം തേടാനും മത്സ്യത്തൊഴിലാളികൾ, കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷി വിഭാഗം, വയോജനങ്ങൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായി മുഴുവൻ ജനവിഭാഗങ്ങളെയും സ്പർശിക്കുന്ന സമഗ്രവും ജനകീയവുമായ ബജറ്റാണ് ഒഞ്ചിയത്തിന്റേത്. ഒരുമിച്ച് തുഴയാം ക്ഷേമതീരത്തേക്ക് എന്നത് തീരദേശ ജനതയോടുള്ള കരുതലാണ്. വയോജനങ്ങൾക്കുള്ള ശുഭസായാന്തനവും കുട്ടികളുടെ നാടിനെ അറിയുന്ന കുട്ടിക്കാലവും ബജറ്റിലെ സമഗ്ര പദ്ധതികളാണ്. യുവജന പങ്കാളിത്തത്തോടുകൂടിയുള്ള മദ്യമയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടത്തിന് ബജറ്റ് ഊന്നൽ നൽകുന്നു. യുവജനങ്ങൾക്കായുള്ള കലാകായിക നൈപുണ്യത്തെ പ്രോത്സാഹിപ്പിക്കാനും ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു. ദരിദ്ര ജനവിഭാഗങ്ങളുടെ പാർപ്പിട സ്വപ്നങ്ങൾക്ക് നിറം പകരാനുള്ള പദ്ധതികൾ ബജറ്റ് പ്രഖ്യാപിച്ചു. 40,74,477,439 രൂപ വരവും 35,44,1240 രൂപ ചിലവും 5,30,46,199 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. ഭവന പദ്ധതി 2,24,38,000 രൂപ. വിവിധ വയോജന ക്ഷേമ പരിപാടികൾ 23,50,000 രൂപ. കുട്ടികളുടെ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പരിപാടികൾ 28,44,000 രൂപ. തൊഴിലുറപ്പ് പദ്ധതി 6,15,00,000 രൂപ. പട്ടികജാതി ക്ഷേമ പരിപാടികൾ 10,82,000 രൂപ. ഭവന വായ്പ ലോൺ തിരിച്ചടവ് 5 ലക്ഷം രൂപ. വനിതാ ക്ഷേമ പരിപാടികൾ 32,10,000 രൂപ. അഗതിക്ഷേമ പരിപാടികൾ 2,70,000 രൂപ. മറ്റു സാമൂഹ്യ ക്ഷേമ പരിപാടികൾ 4 ലക്ഷം രൂപ. അംഗനവാടി അനുപൂരക പോഷകാഹാര പരിപാടി 40 ലക്ഷം രൂപ. അംഗനവാടിയുമായി ബന്ധപ്പെട്ട നടത്തിപ്പ് അറ്റകുറ്റപ്പണി 17,70,000 രൂപ. പദ്ധതി ആസൂത്രണ നിർവഹണ ചെലവുകൾ 4 ലക്ഷം രൂപ. തെരുവ് വിളക്ക് വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ 7 ലക്ഷം രൂപ. കുടിവെള്ളം 34,83,900 രൂപ. പഞ്ചായത്ത് കമ്പ്യൂട്ടർവൽക്കരണം 1,00,000 ലക്ഷം രൂപ. ആകെ വിഹിതം ഐക്യം വിഹിതം 1 ലക്ഷം രൂപ. റോഡ് ആസ്തികളുടെ മെയിൻ്റനൻസ് 1,42,78,000 രൂപ. നോൺ റോഡ് ആസ്തികളുടെ മെയിൻ്റനൻസ് 12,49,500 രൂപ. ആസ്തികൾ സൃഷ്ടിക്കൽ 1,50,00,000 രൂപ. പുതു കെട്ടിടങ്ങൾ 1,13,00,000 രൂപ. റോഡുകൾ 2,70,000 രൂപ. അങ്ങനെ ആകെ 20,20,50,240 രൂപ. സാമൂഹ്യ സുരക്ഷിത പെൻഷൻ നൽകൽ 12,20,10,000 രൂപ. ഡെപ്പോസിറ്റ് റീഫണ്ട് അഡ്വാൻസ് പേയ്മെന്റ് 35 ലക്ഷം രൂപ. ചെലവുകൾ എസ്റ്റാബ്ലിഷ്മെന്റ് മറ്റു ഭരണ ചെലവുകൾ 2,68,41,000 രൂപ. പദ്ധതി ചെലവുകൾ 20,20,50,240 രൂപ. സാമൂഹ്യ സുരക്ഷിതത്വ പെൻഷൻ 12,20,10,000 രൂപ. ഡിപ്പോസിറ്റ് റീഫണ്ട് അഡ്വാൻസ് പേയ്മെന്റ് സെസ് 3,35 ലക്ഷം രൂപ. ആകെ ചെലവുകൾ 35,44,1,240 രൂപ. പ്രാരംഭ ബാക്കി 5,89,92,439 രൂപ. വരവുകൾ 34,84,50,500 രൂപ. ആകെ വരവുകൾ 4,74,47,439 രൂപ.
ആകെ ചെലവുകൾ 35,44,240 രൂപ. നീക്കി ബാക്കി 5,30,46,199 രൂപ വരുന്ന ബജറ്റാണ് ഭരണസമിതിക്ക് മുമ്പാകെ വെക്കുന്നത്. ഇതിന്റെ ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുകയാണ്. പഞ്ചായത്ത് സെക്രട്ടറി ഷനിൽ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ചർച്ചകളും നടന്നു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.